യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ പുതിയൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 2-ാം തിരുവചനം. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഏത് പ്രതിസന്ധിയെയാണോ അഭിമുഖീകരിക്കുന്നത്, ആ പ്രതിസന്ധി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറും. യേശുവിൻ്റെ നാമത്തിൽ ഉറച്ചു വിശ്വസിക്കുക. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവം പുതിയ പ്രകാശം ഉദിച്ചു തരും. ഞാൻ ആ പുതിയ പ്രകാശം കാണും. എൻ്റെ മുന്നിലുള്ള എല്ലാ വാതിലുകളും തുറക്കുന്നത് ഞാൻ കാണും. ഞാൻ എവിടെ ചെന്നാലും എനിക്ക് മുന്നിൽ നിൽക്കുന്ന തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്നത് ഞാൻ കാണും. എൻ്റെ വഴികൾ ഇന്ന് തുറന്നു തരും. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ആ ദൈവത്തോടൊപ്പം ഒന്ന് ചേർന്ന് നിന്നാൽ മാത്രം മതി. പരിശുദ്ധ അമ്മ പറഞ്ഞ പോലെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം അത് എൻ്റെ മേൽ നിറവേറട്ടെ. കർത്താവിൻ്റെ ഹിതം എന്താണോ അത് നമ്മുടെ മേൽ നിറവേറുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കാം. ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാം. ആകുലതകളും വിഷമങ്ങളും എല്ലാം മാറ്റിവെച്ച് എൻ്റെ ദൈവമാണ് എൻ്റെ വഴികാട്ടി, എൻ്റെ ദൈവമാണ് എൻ്റെ പ്രകാശം എന്ന് ഉറച്ചു വിശ്വസിക്കുക. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 730 കോടി മക്കളെയും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, യേശുവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവം ഇതെല്ലാം നമുക്ക് സാധിച്ചു തരുന്നതിന് നന്ദി പറയാം. എൻ്റെ ദൈവവും രക്ഷകനും നാഥനുമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.